ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് സബ്സ്പേസ് ഓഫ് എ വെക്റ്റർ സ്പേസ്. അപ്പോൾ നമ്മൾ വെക്റ്റർ സ്പേസ് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ സബ്സ്പേസ് എന്താണെന്നുള്ള ഡെഫിനിഷനാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. ഓക്കെ, ഡെഫിനിഷൻ: എ നോൺ എംപ്റ്റി സബ്സെറ്റ് എസ് ഓഫ് എ വെക്റ്റർ സ്പേസ് വി ഈസ് called a subspace of V if S itself is a vector space under the operations of addition and scalar multiplication defined on V. അതായത് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് നമ്മളുടെ വെക്റ്റർ സ്പേസ് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു സെറ്റ് നമ്മൾ എടുക്കണം. ആ സെറ്റിൽ 10 ആക്സിയംസ് ഓഫ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് വെക്റ്റർ അഡിഷൻ സാറ്റിസ്ഫൈ ചെയ്താലായിരുന്നത് വെക്റ്റർ സ്പേസ് ആയിരുന്നത്. അങ്ങനെ വെക്റ്റർ സ്പേസ് ആകുന്ന ആ സെറ്റ് വിയുടെ ഒരു സബ്സെറ്റ് നമ്മൾ എടുക്കുകയാണ് എസ്. ആ സബ്സെറ്റ് എസ് ഒരു സബ്സ്പേസ് ആകണമെങ്കിൽ, എന്തിൻ്റെ, വിയുടെ ഒരു സബ്സ്പേസ് ആകണമെങ്കിൽ ഉള്ള കണ്ടീഷനാണ് അത് തന്നെ എന്തായിരിക്കണം, ഒരു അതൊരു സബ്സെറ്റ്, ഒരു വെക്റ്റർ സ്പേസിൻ്റെ എല്ലാ കണ്ടീഷനും എന്തായിരിക്കണം, ആ സബ്സെറ്റ് എസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ എസ് ഇറ്റ് സെൽഫ് ഈസ് എ വെക്റ്റർ സ്പേസ് അണ്ടർ ദി ഓപ്പറേഷൻ ഓഫ് അഡിഷൻ ആൻഡ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ഓൺ വി. ആ വി എന്ന് പറഞ്ഞിട്ടുള്ള ആ സെറ്റിൽ നമ്മളത് വെക്റ്റർ സ്പേസ് ആക്കിയപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ആ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും തന്നെ എന്ത് ചെയ്യണം, ഈ എസ്സിലും സാറ്റിസ്ഫൈ ചെയ്ത രീതിക്ക് ഒരു വെക്റ്റർ സ്പേസ് ആയിട്ട് നമുക്ക് എസ്സിന് മാറ്റാൻ കിട്ടുകയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എസ് ഒരു സബ്സ്പേസ് ഓഫ് ദാറ്റ് വെക്റ്റർ സ്പേസ് വി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ഒരു തിയറം വരുന്നുണ്ട്, ക്രൈറ്റീരിയ ഫോർ എ സബ്സ്പേസ്. ഒരു സബ്സ്പേസ് ആകാനുള്ള കണ്ടീഷനാണ് നമുക്ക് നോക്കാനുള്ളത്. എ നോൺ എംപ്റ്റി സബ്സെറ്റ് എസ് ഓഫ് എ വെക്റ്റർ സ്പേസ് വി ഈസ് എ സബ്സ്പേസ് ഓഫ് വി ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഈ രണ്ട് എഫ് എടുക്കുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എസ് ഈസ് ക്ലോസ്ഡ് അണ്ടർ ദി വെക്റ്റർ അഡിഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് നമ്മുടെ എസ് എന്താണ്, ക്ലോസ്ഡ് അണ്ടർ ദി വെക്റ്റർ അഡിഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ആണ് എങ്കിൽ ആ വെക്റ്റർ സ്പേസ് എസ് എന്തായിരിക്കും, ഒരു സബ്സ്പേസ് ഓഫ് ദാറ്റ് വെക്റ്റർ സ്പേസ് വി എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എസ് സാറ്റിസ്ഫൈ ദി ഫോളോവിങ് കണ്ടീഷൻ. എസ് എന്ത് ചെയ്യണം, ഈ താഴെ തന്നിരിക്കുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലും മതി. താഴെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ എന്താണ്, വെക്റ്റർ എക്സ് വെക്റ്റർ വൈ ബിലോങ്സ് ടു ദി സെറ്റ് എസ്, ദെൻ വെക്റ്റർ എക്സ് പ്ലസ് വെക്റ്റർ വൈ ബിലോങ്സ് ടു എസ്. അതായത് എക്സും വൈ നമ്മളുടെ എസ്സിലെ എലമെന്റ് ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ത് ചെയ്യണം, ആ എസ്സിലെ എലമെന്റ് ആയിരിക്കണം ഫോർ എവരി എക്സ് വൈ ബിലോങ്സ് ടു എസ്. ഓക്കെ, ദെൻ എക്സ് ബിലോങ്സ് ടു എസ് ആണ് എങ്കിൽ ആൽഫ ഇൻറ്റു എക്സ് എന്തായിരിക്കണം, എസ്സിലെ എലമെന്റ് ആയിരിക്കണം ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എക്സ് ആൻഡ് ഫോർ എവരി ആൽഫ. അപ്പോൾ വെക്റ്റർ അഡീഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും അതെന്തായിരിക്കണം, അതിൽ ക്ലോസ്ഡ് അണ്ടർ ദാറ്റ് സെറ്റ് എസ് ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സെറ്റ് എസ് എന്തായിരിക്കണം, വിച്ച് ഈസ് എ സബ്സ്പേസ് ഓഫ് വി ആയിരിക്കണം. അപ്പോൾ അതൊരു സബ്സ്പേസ് ഓഫ് വി ആണ് എങ്കിൽ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എസ് എന്തായിരിക്കണം, നമ്മളുടെ വിയുടെ ഒരു സബ്സൈസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിന് പ്രൂഫ് നമുക്ക് ആവശ്യമില്ല, ഈ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കാം. ഓക്കെ, ദെൻ ഒരു റിമാർക്ക് വരുന്നുണ്ട്, ദ കണ്ടീഷൻസ് 1 and 2 ആർ ഇക്വാലന്റ് ടു എ സിംഗിൾ കണ്ടീഷൻ. ഈ രണ്ട് കണ്ടീഷൻ നമുക്ക് ഒറ്റ കണ്ടീഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ആൽഫ എക്സ് ബാർ പ്ലസ് ബീറ്റ വൈ ബാർ. അതായത് ആൽഫ വെക്റ്റർ എക്സ് പ്ലസ് ബീറ്റ വെക്റ്റർ വൈ ബിലോങ്സ് ടു എസ്. അതായത് എക്സും വൈ നമ്മളുടെ എസ്സിൽ എലമെന്റ് ആണ്. ഏതൊരു സ്കെലർ ആൽഫ ബീറ്റ എടുത്താലും ആൽഫ ഇൻറ്റു വെക്റ്റർ എക്സ് പ്ലസ് ബീറ്റ ഇൻറ്റു വെക്റ്റർ വൈ എന്തായിരിക്കണം, നമ്മളുടെ സെറ്റ് എസ്സിലുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ആ എസ് എന്തായിരിക്കും, ഒരു സബ്സ്പേസ് ആയിരിക്കും. ഹെൻസ് വി മേ റൈറ്റ് or rewrite the above theorem as a non-empty subset S of a vector space V is a subspace of V if and only if alpha into vector x plus beta into vector y belongs to S for every vector x and vector y belongs to S and for every scalars alpha and beta. അപ്പോൾ ഇത് പഠിച്ചു വെച്ചാൽ ഇതാണ് ഒരു സെറ്റ്, ഒരു സബ്സെറ്റ് ഓഫ് എ വെക്റ്റർ സ്പേസ് വി ഇസ് എ സബ്സ്പേസ് ആകാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ എസ് ഒരു വെക്റ്റർ സ്പേസ് വിയുടെ സബ്സ്പേസ് ആണ് എങ്കിൽ എന്ത് ചെയ്യണം, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ എന്തായിരിക്കും, ഈ എസ് എന്തായിരിക്കും, നമ്മുടെ വെക്റ്റർ സ്പേസ് വിയുടെ ഒരു സബ്സ്പേസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ഒരു റിമാർക്കാണ്, സ്മാളസ്റ്റ് സബ്സ്പേസ് ഓഫ് എനി വെക്റ്റർ സ്പേസ് ഈസ് എ സ്പേസ് ഓഫ് 0 വെക്റ്റേഴ്സ് ഓൺലി which is denoted by V0 that's equal to singleton 0 and is called a trivial vector space. അപ്പോൾ ഏറ്റവും ചെറിയ സബ്സ്പേസ് ഓഫ് എ വെക്റ്റർ സ്പേസ് എന്ന് പറഞ്ഞാൽ 0 വെക്റ്റർ സ്പേസ് ആണ്, ദാറ്റ്സ് ഈക്വൽ ടു V0. അതിനെ വിളിക്കുന്ന ഒരു ട്രിവിയൽ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കും. ഓക്കെ, ദെൻ നമുക്ക് സബ്സ്പേസ് ആണോ എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ക്ലിയർ? ലെറ്റ് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ x1 x2 x3 x4 x5 ബിലോങ്സ് ടു r⁵5. അത് നമ്മൾ നേരത്തെ R2 R3 അതുപോലെ R⁻n ഒക്കെ നമ്മൾ വെക്റ്റർ സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ R⁵5 എടുത്തു. R⁻5 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്
അതിൽ എലമെൻറ്റ്സ് ആണ് a1 x1 പ്ലസ് a2 x2 പ്ലസ് a3 x3 പ്ലസ് a4 x4 പ്ലസ് a5 x5 ഈക്വൽ ടു 0 ആണ്. ഫോർ സം ഫിക്സ്ഡ് സ്കേലാസ് a1 a2 a3 a4 ആൻഡ് a5 ഷോ ദാറ്റ് S ഈസ് എ സബ്സ്പേസ് ഓഫ് r⁵. അപ്പോൾ r⁵ന്റെ സബ്സ്പേസ് ആണ് കാണിക്കണം. ഈ r⁵ ഒരു വെക്റ്റർ സ്പേസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ജനറൽ കേസ് r⁵n കേസും അതുപോലെ r2ന്റെ കേസൊക്കെ ആ സെയിം കേസ് ആ സെയിം മെത്തേഡിൽ നമുക്ക് എന്ത് പറ്റും r⁵ എന്താണ് ഒരു വെക്റ്റർ സ്പേസ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പ്രൂവ് ചെയ്യാൻ പറ്റും. ആ എല്ലാ ആക്സിയംസും ഹോൾഡ് ചെയ്യും r⁵ൽ. ഓക്കെ, സോ r⁵ ഒരു വെക്റ്റർ സ്പേസ് ആണ്. അതിൻ്റെ ഒരു സബ്സെറ്റ് ആണല്ലോ എന്ത് നമ്മളുടെ തന്നിട്ടുള്ള ഈ സെറ്റ് എസ് എന്ന് പറഞ്ഞാൽ ആണല്ലോ, അതുപോലെ നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്. സോ അങ്ങനെയാണ് എങ്കിൽ അതൊരു സബ്സ്പേസ് ആണ്. നമ്മളുടെ ഈ r⁵ന്റെ ഒരു സബ്സ്പേസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, we know that r⁵ is a vector space with addition and scalar multiplication defined by vector x plus vector y equal to x1 y1 x2 y2 x3 y3 x4 y4 x5 y5 and alpha into vector x is equal to alpha into x1 x2 x3 x4 x5 that's equal to എന്താണ് alpha x1 alpha x2 alpha x3 alpha x4 alpha x5 ആണ്. ഇതാണ് അവിടുത്തെ വെക്റ്റർ അഡീഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും ഓപ്പറേഷൻസ് r⁵ ഒരു വെക്റ്റർ സ്പേസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായത്. ഈ സെയിം ഓപ്പറേഷൻ തന്നെയാണ് നമ്മൾ എസ്സിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കണ്ടേ. സോ ഫോർ എനി വെക്റ്റർ എക്സ് ഇസ് ഈക്വൽ ടു x1 x2 x3 x4 x5 ആൻഡ് ഫോർ എനി വെക്റ്റർ y ഈക്വൽ ടു y1 y2 y3 y4 y5 ബിലോങ്സ് ടു r⁵ നമ്മൾ ചൂസ് ചെയ്തു ആൻഡ് ആൽഫ ബിലോങ്സ് ടു r നമ്മൾ എടുത്തു. ദെൻ ഹിയർ s is equal to x1 x2 etc x5 belongs to r⁵ and a1 x1 plus a2 x2 plus etc plus a5 x5 equal to 0 ആണ്. സിൻസ് ഇതാണ് അതിൻ്റെ എലമെൻറ്റിൻ്റെ പോലെ ഉണ്ടായിരിക്കുക. സിൻസ് നമുക്കറിയാവുന്നതാണ് a1 0 പ്ലസ് a2 0 പ്ലസ് a3 0 പ്ലസ് a4 0 പ്ലസ് a5 0 എന്താണ് 0 ആണ് അല്ലേ. ദാറ്റ് ഈസ് 0 വെക്റ്റർ ആണ്, അല്ലെങ്കിൽ 0 0 0 0 0 ആണ് എന്താണ് നമ്മുടെ ആറിലെ എലമെൻ്റ് ആണ്. സിൻസ് എസ് ഈസ് എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് r⁵ നമുക്ക് കിട്ടും. കാരണം ആ 0 വെക്റ്റർ എന്താണ് അതിലൊരു എലമെൻ്റ് ആയിട്ട് വരും. ആൾസോ ഫോർ എനി എക്സ് വൈ ബിലോങ്സ് ടു എസ് ആൻഡ് ആൽഫ ബിലോങ്സ് ടു ആർ വെക്റ്റർ എക്സ് ഇസ് ഈക്വൽ ടു വെക്റ്റർ വൈ ഈക്വൽ ടു ഇതാണ് എങ്കിൽ a1 x1 plus a2 x2 plus a3 x3 plus a4 x4 plus a5 x5 equal to 0 and a1 y1 plus a2 y2 plus a3 y3 plus a4 y4 plus a5 y5 equal to 0 കിട്ടും. കാരണം എന്താണ് എക്സും വൈയും ആ സെറ്റ് എസ്സിലെ എലമെൻ്റ് ആണെങ്കിൽ സെറ്റ് എസ്സിലെ എലമെൻ്റ് എന്താണ് ഈ രൂപത്തിലുണ്ടായിരിക്കാം. സോ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ദെൻ a1 into x1 y1 പ്ലസ് രണ്ടിലും എന്താണ് a1 കോമൺ ആയിട്ടുണ്ടല്ലോ a1 into x1 y1 പ്ലസ് a2 into x2 y2 പ്ലസ് a3 into x3 y3 plus a4 into x4 y4 plus a5 into xy y5 equal to 0 കിട്ടും. ഓക്കെ, അത് 0 ആകണമെങ്കിൽ വെക്റ്റർ എക്സ് പ്ലസ് വെക്റ്റർ വൈ ഈക്വൽ ടു എന്താണ് x1 y1 പ്ലസ് x2 x1 y1 x2 y2 x3 y3 x4 y4 xy y5 നമുക്ക് കിട്ടും. എല്ലാത്തിൻ്റെ അഡീഷൻ അതെന്താണ് ബിലോങ്സ് ടു എസ്. അപ്പോൾ വെക്റ്റർ എക്സും വെക്റ്റർ വൈയും എസ്സിലെ എലമെൻ്റ് ആണെങ്കിൽ വെക്റ്റർ എക്സ് പ്ലസ് വെക്റ്റർ വൈ എന്താണ് നമ്മുടെ എസ്സിലെ എലമെൻ്റ് ആണെന്ന് കിട്ടി. ഓക്കെ, then vector x is equal to x1 x2 x3 x4 x5 belongs to S ആണെങ്കിൽ a1 x1 plus a2 x2 plus a3 x3 plus a4 x4 plus a5 x5 equal to 0 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ അല്ലോ. then നമുക്ക് അതിനെ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും ഒരു സ്കെയിലർ. ഓക്കെ, that is alpha into a1 x1 plus a2 x2 plus a3 x3 plus a4 x4 plus a5 x5 equal to 0 കിട്ടും. നമ്മൾ ആൽഫ എല്ലാത്തിനെയും കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. then a1 into alpha x1 plus a2 into alpha x2 plus etc plus a5 into alpha x5 equal to 0 കിട്ടും. നമുക്ക് ആൽഫ ഇൻറ്റു എക്സ് വെക്റ്റർ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഇത് എന്തിൻ്റെ ഇക്വേഷൻ ആണ് ആൽഫ ഇൻറ്റു വെക്റ്റർ എക്സിൻ്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ആൽഫ x1 ആൽഫ x2 ആൽഫ x3 ആൽഫ x4 ആൽഫ x5 ഈക്വൽ ടു 0 ആയതുകൊണ്ട് എന്താണ് ഈ ടേം എന്തായിരിക്കും നമ്മുടെ എസ്സിലെ എലമെൻ്റ് എന്ന് കിട്ടും. ഹെൻസ് എസ് ഈസ് എ സബ്സ്പേസ് ഓഫ് r⁵ എന്ന് കിട്ടി. ഓക്കെ, രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് r⁵ ഒരു സബ്സ്പേസ് ആണ് നമ്മളുടെ എസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദ നെക്സ്റ്റ് let Pn be the space of all polynomials of degree less than or equal to n. Then show that S is equal to P of x belongs to Pn where P of 1 equal to 0 and P of 3 equal to 0 is a subspace of Pn. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസിൻ്റെ സെറ്റ് പി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വെക്റ്റർ സ്പേസ് ആണ് നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഒരു സബ്സെറ്റ് നമ്മൾ ചൂസ് ചെയ്തതാണെന്ന് അതൊരു സബ്സ്പേസ് ആണ് നമുക്ക് കാണിക്കാം. We know that Pn is a vector space with respect to addition and scalar multiplication of polynomials ആണ്. സോ 0 of x be the 0 polynomial അല്ലേ, ഓഫ് എക്സ് നമ്മൾ 0 polynomial ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ ഓഫ് എക്സ് പി എന്നിലെ എലമെൻറ്റ് ആയതുകൊണ്ട് ഓഫ് 1 എന്താ 0 വരിക, അപ്പം ഓഫ് 3 എന്താ 0 വരിക. ഹെൻസ് ഓഫ് എക്സ് എന്താണ് നമ്മളുടെ എസ്സിലെ എലമെൻ്റ് ആണ്.
എസ് എലമെൻ്റ് ആണെങ്കിൽ എന്താണ് പി ഓഫ് വണ്ണും പി ഓഫ് ത്രീയും 0 വരികയാണെങ്കിൽ അത് എസ് എലമെൻ്റ് വരും. ഹെൻസ് എസ് എന്താണ് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് പി എന്ന് നമുക്ക് കിട്ടി. അതിൽ എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ. ആൾസോ ഫോർ എനി പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും നമ്മൾ എസ് എലമെൻ്റ് എടുക്കുകയാണെങ്കിൽ ആൽഫ ബിലോങ്സ് ടു ആർ എലമെൻ്റ് ആണെങ്കിൽ പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും എസ് എലമെൻ്റ് ആണെങ്കിൽ പി ഓഫ് വണ്ണും പി ഓഫ് ത്രീയും ക്യൂ ഓഫ് വണ്ണും ക്യൂ ഓഫ് ത്രീ എന്താണ് എല്ലാം 0 വരണം അല്ലേ. ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് ബിലോങ്സ് ടു എക്സ് ആണെങ്കിൽ പി ഓഫ് വൺ ഈക്വൽ ടു 0, പി ഓഫ് ത്രീ ഈക്വൽ ടു 0. അപ്പോൾ തന്നെ ക്യൂ ഓഫ് വൺ ഈക്വൽ ടു 0, ക്യൂ ഓഫ് ത്രീ ഈക്വൽ ടു 0 കിട്ടും. പി ഓഫ് പി പ്ലസ് ക്യൂ ഓഫ് വൺ എന്താ പി ഓഫ് വൺ പ്ലസ് ക്യൂ ഓഫ് വൺ ആണ്. പി ഓഫ് വണ്ണും ക്യൂ ഓഫ് വൺ എന്ത് 0 ആയതുകൊണ്ട് അത് ഈക്വൽ ടു 0 വരും. ദാറ്റ് ഈസ് പി പ്ലസ് ക്യൂ ഓഫ് ത്രീയും അതുപോലെ നമുക്ക് എന്ത് കിട്ടും പി ഓഫ് ത്രീ പ്ലസ് ക്യൂ ഓഫ് ത്രീ ദാറ്റ്സ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് പി പ്ലസ് ക്യൂ ഓഫ് എക്സ് ബിലോങ്സ് ടു എസ് എന്ന് കിട്ടി. ദെൻ പി ഓഫ് എക്സ് ബിലോങ്സ് ടു എസ് ആണെങ്കിൽ പി ഓഫ് വൺ ഈക്വൽ ടു 0 ആണ്, പി ഓഫ് ത്രീ ഈക്വൽ ടു 0 ആണല്ലോ. ദെൻ ആൽഫ ഇൻറ്റു പി ഓഫ് വൺ ഈക്വൽ ടു നമുക്ക് എന്ത് വരും 0 എന്ന് കിട്ടും അല്ലേ. കാരണം പി ഓഫ് വൺ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ആൽഫ ഇൻറ്റു പി ഓഫ് വണ്ണും 0 വരും, ആൽഫ ഇൻറ്റു പി ഓഫ് ത്രീയും 0 വരും. ദാറ്റ് ഈസ് ആൽഫ ഇൻറ്റു പി ഓഫ് എക്സ് എന്താണ് എസ് എലമെൻ്റ് ആണ് കിട്ടി. ദാറ്റ് ഈസ് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് എസ് എന്താണ് ഒരു സബ്സ്പേസ് ഓഫ് പി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു വെക്ടർ സ്പേസിൻ്റെ സബ്സ്പേസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തിയറം പഠിച്ചിട്ടുണ്ട്. ആ തിയറത്തിൽ രണ്ട് കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ രണ്ട് കണ്ടീഷൻ നമ്മൾ ഒറ്റ കണ്ടീഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണ് വി എന്ന് പറഞ്ഞ ഒരു വെക്ടർ സ്പേസ് സബ്സ്പേസ് ആണ് എസ് സി എങ്കിൽ ഏതൊരു എക്സ് വൈ ബിലോങ്സ് ടു എസ് എടുത്താലും അപ്പോൾ ആൽഫ ബീറ്റ നമ്മൾ എടുത്താലും ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് ബീറ്റ ഇൻറ്റു വൈ എന്ന നമ്മുടെ എസ്സിലെ എലമെൻ്റ് ആണെങ്കിൽ അതൊരു സബ്സ്പേസ് ഓഫ് അവർ വെക്ടർ സ്പേസ് വി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് സബ്സ്പേസ് ഓഫ് എ വെക്ടർ സ്പേസ്. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക സ്വന്തമായിട്ട്. ഓക്കെ.